റിമാൻഡ് റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഈ ഷിംജിത ബസ്സിൽ വെച്ച് 7ഓളം വട്ടം ഈ ദീപക് എന്ന സഹോദരനെ ചേർത്തുകൊണ്ട് വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ട് എന്നാണ് റിമാൻഡ് റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഷിംജിത വീണ്ടും വീണ്ടും ലോക്കായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. 7ഓളം വട്ടം ദീപകിനെ ചേർത്തിക്കൊണ്ട് വീഡിയോ ചിത്രീകരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞാൽ 7ഓളം വട്ടം വീഡിയോ ചിത്രീകരിച്ച് അതെല്ലാം അല്ലേ ചേർത്ത് ഇണക്കിക്കൊണ്ട് അവസാനം ഒരു വീഡിയോ ഉണ്ടാക്കുക, ഒരു റീൽസ് ചിത്രീകരിക്കുക, എന്നിട്ട് അത് പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യുക. ആകെപ്പാടെ വൈറലായി ഇപ്പോൾ ജയിലിലായി. അതാണ് ഇപ്പോൾ അവസാനം പുറത്തേക്ക് വന്നത്. ഞാൻ അതല്ല ആലോചിക്കുന്നത്, വളരെ മോശമായ ഒരു പെരുമാറ്റമൊക്കെ ഉണ്ട് എന്നാണ് ഇപ്പോഴും ഷിംജിത്താത്ത വാദിക്കുന്നത്. അങ്ങനൊക്കെ ഒരു പെരുമാറ്റം ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും വീണ്ടും അതിനെ നിന്ന് കൊടുത്ത് ഒരു ചോദ്യം ചോദിക്കുകയാണ്, അതിനൊക്കെ നിന്ന് കൊടുത്തിട്ട് വീണ്ടും വീണ്ടും മോശമായ എന്തെങ്കിലുമൊക്കെ അനുഭവപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ വീഡിയോ എടുത്ത് നിൽക്കുകയാണോ ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് ഒരു വാർഡ് മെമ്പറൊക്കെ ആയ ഒരാളാണ് നമ്മളെ താത്ത. അത്രക്കും ഒരു നിയമത്തിൻ്റെ വശങ്ങൾ മൊത്തം അറിയണ ഒരു സ്ത്രീ എന്തെങ്കിലുമൊക്കെ മോശമായ സംഗതി ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കി നിൽക്കുകയാണ് ചെയ്യേണ്ടത്, അന്നേരം പ്രതികരിക്കല്ലേ ചെയ്യേണ്ടത്. ഇത് അന്നേരം ഇങ്ങനെ വീഡിയോ എടുത്ത് 7ഓളം വീഡിയോ എടുത്ത് എന്നിട്ട് അതൊക്കെ ഇങ്ങനെ ചേർത്ത് ഇണക്കിയിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കുക, പോസ്റ്റ് ചെയ്യാം. ഇതാണോ ഇത്രയ്ക്ക് വിവരവും അതേമാതിരി നിയമവശവും ഒക്കെ അറിയണ ഒരു ഒരു സ്ത്രീ, അതൊരു പഞ്ചായത്ത് മെമ്പർ അടക്കം ആയ ഒരു സ്ത്രീയാണ് ഇപ്പോൾ ഈ ചെയ്യുന്നത്? അപ്പം തീരെ ബുദ്ധിയില്ലേ? ചുരുക്കി പറഞ്ഞാൽ ഒരു പഞ്ചായത്ത് മെമ്പറിൻ്റെ സ്ഥാനം വരെ വഹിച്ച ഒരു താത്തയാണ് ഇപ്പോൾ ഇത്തരത്തിൽ നിയമപരമായിട്ട് എന്താണ് ചെയ്യേണ്ടത് ഒന്നും അറിയാതെ പൊട്ടംകളി കളിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, വൈറലാവുക. അത് പാകപ്പാടെ വൈറലായി, ഇപ്പോൾ ജയിലിലുമായി. ഏതായാലും റിമാൻഡ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നത്. അപ്പോൾ ആരും ഇത് വിശ്വസിക്കാൻ പോണില്ല. ഏതായാലും ഇനിയെങ്കിലും എല്ലാവരും മനസ്സിലാക്കുക, പുതിയ ജംഷി താത്തകൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, അന്നേരം പ്രതികരിക്കുക. അതാണ് അതിൻ്റെ വെടിമരുന്ന്. ഏതായാലും ബസ്സിൽ വെച്ച് അങ്ങനെ സംഭവം നടന്നതായിട്ട് എവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ദീപകിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് 7ഓളം വട്ടം ജിംഷി താത്ത വീഡിയോ ചിത്രീകരിച്ചു എന്നതൊക്കെയാണ് പുറത്തേക്ക് വരുന്നത്. ഇത് ദിവസം കൂടുന്തോറും ജിംഷി താത്ത മുറുകി ആകെ ലോക്കാവുകയാണ്. ഏതായാലും നിങ്ങളെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.